ഹായ്, ശരത്താണ്. തൈറോ കെയറിന്റെ Q3 റിസൾട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കേട്ടതിന് ശേഷം ഉള്ള വീഡിയോ ആണിത്. നേരത്തെ നമ്മൾ റിസൾട്ട് വന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ജസ്റ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടി മാത്രം. ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റിന് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. തൈറോ കെയർ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ലാബോറട്ടറിയാണ്. അവർ ഫ്രാഞ്ചൈസി മോഡലിലും പാർട്ണർഷിപ്പ് മോഡലിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കല്യാണിന്റെ ഒക്കെ കേസിൽ പറയുന്ന പോലെ തന്നെ അതേപോലെ തന്നെയുള്ള ഫ്രാഞ്ചൈസി മോഡലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഇവരുടെ റവന്യൂന്റെ 61% ഫ്രാഞ്ചൈസി മോഡലിൽ നിന്നാണ് വരുന്നത്. പിന്നെ പാർട്ണർഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്കിപ്പം ലാബോറട്ടറിയിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ടെസ്റ്റുകളൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാഫ് വന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ടെസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും. സോ അതിൽ വരുന്നതാണ് പാർട്ണർഷിപ്പ് മോഡലിൽ വരുന്നത്. പിന്നീട് മൂന്നാമത് ഡയറക്റ്റ് കസ്റ്റമർ, അതായത് തൈറോ കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൽ മാത്രം വരുന്ന ഇവരുടെ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ലാബോറട്ടറികളും. ഈ ഒരു 3 രീതിയിലാണ് ഇവർക്ക് മൊത്തത്തിൽ റവന്യൂ വരുന്നത്. ഇവർ പതോളജി ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റേഡിയോളജി ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. പതോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, യൂറിൻ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പതോളജിയാണ്. അത് പിന്നെ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെറ്റ് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ MRI സ്കാനോ എക്സ്റേയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റേഡിയോളജിയിൽ വരുന്നത്. അപ്പോൾ പതോളജിയിൽ ഇവർക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. ഏകദേശം 29% പതോളജിയിൽ നിന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട് അതിന്റെ ബിസിനസ്സിൽ. സെയിം ടൈമിൽ റേഡിയോളജിയിൽ ഏകദേശം 35% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് അവരുടെ റവന്യൂവിൽ. റേഡിയോളജിക്കാണ് ശരിക്കും പറഞ്ഞാൽ മാർജിൻ കൂടുതൽ. പതോളജിയെ കഴിഞ്ഞും പതോളജി ടെസ്റ്റുകൾക്ക് റേറ്റും കുറവാണ്, മാർജിനും കുറവാണ്. റേഡിയോളജിക്ക് മാർജിൻ കൂടുതലുള്ളതാണ്, അതിലാണ് ഡീ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് മെയിൻ ആയിട്ട് തൈറോ കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും, അതല്ലെങ്കിൽ വിംദ എന്ന് പറഞ്ഞിട്ട് വരും, അതല്ലെങ്കിൽ പോളോ എന്ന് പറഞ്ഞിട്ട് ഈ 3 ബ്രാൻഡിൽ വരുന്നുണ്ട്. അതിനകത്ത് വിംദ ലാബോറട്ടറീസിൽ ഇവർക്ക് കുറച്ച് അവർ ക്രെഡിറ്റ് പീരീഡ് കുറച്ച് കൂടുതലായിരുന്നു ആ ലാബോറട്ടറീസിൽ ഇവർ അക്വയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് ബിസിനസ് ഇപ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. കാരണം കൂടുതലായിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്ന ഇവരുടെ ഒരു ബിസിനസ് രീതി അതല്ല. അതുകൊണ്ട് ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് വരുന്നില്ല. ഏകദേശം 12% ആണ് ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ നിന്നുള്ള ഗ്രോത്ത്. അത് പാർട്ണർഷിപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 39% ഗ്രോത്ത് വന്നിട്ടുണ്ട്. വിംദയിൽ നിന്നുള്ള ഗ്രോത്ത് വന്നാലേ ഉള്ളൂ ഇവർക്ക് ഇവരുടെ ഫ്രാഞ്ചൈസി മോഡലിൽ ഗ്രോത്ത് വരാൻ തുടങ്ങുള്ളൂ. സോ അതിൽ വന്നാലേ ഉള്ളൂ മൊത്തത്തിൽ കമ്പനിക്ക് കുറച്ചുകൂടെ അവരുടെ ഓവറോൾ സെയിൽസ് ഗ്രോത്ത് കൂടാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 18% ആണ് ഈ ഒരു ക്വാർട്ടറിലെ അവരുടെ സെയിൽസ് ഗ്രോത്ത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 20% മുകളിൽ 22-23% ഉണ്ടായിരുന്നു അവരുടെ സെയിൽസ് ഗ്രോത്ത്, ടോട്ടൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടർ നോക്കിയാൽ അവർക്ക് 20ക്ക് മുകളിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് മിഡ് ടീൻസ് ആണ്, അതായത് 15-16% ആണ് അവരുടെ മാനേജ്മെന്റിന്റെ ഗൈഡൻസ്. പക്ഷേ കമ്പനി 20ക്ക് മുകളിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടുന്നുണ്ടായിരുന്നു. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ 18% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. അതേപോലെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. പാറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത്, അതായത് പ്രോഫിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് ഏകദേശം 47%. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലാണ് പോകുന്നതെന്ന് തോന്നിക്കാം. അതിനാണ് എനിക്ക് ആദ്യം റിസൾട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് നല്ല റിസൾട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പം നോക്കുമ്പോഴത്തേനും മാനേജ്മെന്റിന്റെ കമന്ററിയിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ മാനേജ്മെന്റ് സംസാരിച്ച സമയത്ത് അവർ GLP-1 പറ്റിയൊക്കെ ധാരാളം സംസാരിച്ചിരുന്നു. GLP-1 ഇപ്പം മാർച്ച് വരുമ്പോഴത്തേനും അതിന്റെ പേറ്റന്റ് കാര്യങ്ങളെല്ലാം ഒഴിവാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം തൊട്ട് തന്നെ ടെസ്റ്റിൽ നല്ല രീതിയിൽ ഇൻക്രീസ് വരും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മാനേജ്മെന്റ് അത്ര കോൺഫിഡന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പം ആൾക്കാർ GLP-1 എടുത്തതിന് ശേഷം പിന്നീട് അവർ ടെസ്റ്റുകൾ ചെയ്യുന്നതിനെ പറ്റി അവരെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ടെസ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജഡ്ജ്മെന്റ് കുറച്ച് മാറിപ്പോയി. അതുകൊണ്ട് അവരുദ്ദേശിച്ച രീതിയിൽ ഉടനെ തന്നെ അതിന്റെ ഗ്രോത്ത് വരില്ല എന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് അവരത് വിചാരിച്ച പോലെ അല്ല നടന്നേക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേന് കഴിഞ്ഞ ക്വാർട്ടർ വരെ നോക്കിയാൽ ഏകദേശം 22-23% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി അത് ഇപ്പോൾ ഈ GLP-1 ഒക്കെ ഒരു ബിസിനസ്സോട് വന്നു കഴിഞ്ഞാൽ 25-30% ഇടയ്ക്ക് ഗ്രോ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ ഫോർവേഡ് പി എടുത്താൽ അറൗണ്ട് 40ക്ക് അടുത്താണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേന് ഇവരുടെ ഒരു പെഗ് റേഷ്യോ ഒരു 1 അല്ലെങ്കിൽ 1.5 അടുത്തേക്ക് എത്തും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലല്ല അവിടെ ഗ്രോത്ത് വരുന്നത്. അവരുടെ ഗ്രോത്ത് ഈ പറഞ്ഞ മാനേജ്മെന്റ് 15-16% പറയുന്നു, ആ രീതിയിലേക്ക് ഗ്രോത്ത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ ഇതിന് ഗൈഡൻസ് ഒന്നും കൂട്ടുന്നൊന്നുമില്ല. അവർ ഈ ഗൈഡൻസ് തന്നെയാണ് 15-16% തന്നെയാണ് അവർ പറയുന്നത്. അതിന് മുകളിൽ മിഡ് ടീൻസ് ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഈ പറയുന്ന പോലെ 20ക്ക് താഴെ വരാനുള്ള സാധ്യത തന്നെയാണ് വളരെ കൂടുതൽ. അതിന്റെ കൂടെ ഇപ്പോൾ അവരുടെ പി നോക്കിയാൽ ഏകദേശം റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 57-58 ഉണ്ടായിരുന്ന പി. അത് കഴിഞ്ഞ് സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഇപ്പോൾ ഏകദേശം 44-45 ഇപ്പോൾ അവരുടെ പി എന്ന് പറയുന്നത്. ഫോർവേഡ് പി എടുത്താൽ 40ക്ക് മുകളിലുണ്ട്. അങ്ങനെ നോക്കുമ്പോഴേക്കും അവരുടെ പെഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 2.5 മുകളിലായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും ചെറിയൊരു ഗ്രോത്തിൽ, അതായത് ഒരു 18-20% ഗ്രോത്തിന് വേണ്ടിയിട്ട് 2.5 പെഗ് റേഷ്യോ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു നല്ലൊരു വാല്യുവേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വേറെ കമ്പനികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ലബോറട്ടറി ബിസിനസ്സുകളിൽ നോക്കിയാൽ ഇവിടെ നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് തൈറോ കെയർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ അവർ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ലീഡിംഗ് പ്ലെയർ പോലും നമുക്ക് അത്ര അട്രാക്റ്റീവ് ബെറ്റർ ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരെ ഫീൽ ചെയ്തിരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ്. പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. അതും റിസൾട്ട് വന്നാൽ നമുക്ക് റിസൾട്ട് ഒട്ടനോട്ട് നോക്കിയാൽ കുഴപ്പമില്ലാത്ത റിസൾട്ട് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെന്റിന്റെ കമന്ററിയിൽ ഈ പറയുന്ന പോലെ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേന് ഈ ഒരു സ്റ്റോക്ക് ഇനി കൂടുതൽ അട്രാക്റ്റീവ് ആവാനല്ല പോകുന്നത്. കാരണം
ഈ ഒരു രീതിയിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ അധികം റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി പെഗ് റേഷ്യോ ഒക്കെ 2.5 മുകളിൽ തന്നെ വരുന്നുണ്ട്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ അവർ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര ഒരു വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഈ സ്റ്റോക്കിനെ നമുക്ക് ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം GLP-1 ഒക്കെ അവൈലബിലിറ്റി വരുന്ന സമയത്ത് ഇവരുടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് കൂടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ആ ഒരു സമയത്ത് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് തൈറോകെയർ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ എനിക്ക് പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.